നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് LP UP എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കായ മനഃശാസ്ത്രം എന്ന ഭാഗത്തെ 20 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. എക്സാം ആയി തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എത്ര മാർക്ക് കിട്ടി എന്നത് കമന്റ് ആയി രേഖപ്പെടുത്തുക. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആവർത്തിച്ച ചോദ്യങ്ങളാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ആയി ചെയ്യുന്നത്. അപ്പോൾ എക്സാം എഴുതുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു, അല്ലെ? പഠിക്കുന്നുണ്ടാവും. അപ്പോൾ PSC പള്ളിക്കൂടം എന്ന ചാനലിൽ ഇനിയും ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ സ്വന്തമാക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏത്? പ്രയുക്ത മനഃശാസ്ത്ര ശാഖ നമ്മൾ പലതവണ പഠിച്ചു, അല്ലെ? ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ പെടാത്തത്? അപസാമാന്യ മനഃശാസ്ത്രം. ഏതാണ്? അപസാമാന്യ മനഃശാസ്ത്രം. എല്ലാവർക്കും ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പൊ പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടുന്നതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, ചികിത്സാ മനഃശാസ്ത്രം, കുറ്റകൃത്യ മനഃശാസ്ത്രം, അതുപോലെ തന്നെ വ്യവസായ മനഃശാസ്ത്രം ഒക്കെ പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടുന്നതാണ്. അപ്പൊ അപസാമാന്യ മനഃശാസ്ത്രമാണ് പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം: 4 50 പൈസ ചേർന്നാൽ 2 രൂപയാകും എങ്കിൽ 2 രൂപയിൽ എത്ര 50 പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാഷെയുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ ഏതു പരിമിതിയിലാണുള്ളത്? ഇതും നമ്മൾ പല രീതിയിൽ പഠിച്ചു, അല്ലെ? ഏതാണ് ആൻസർ വരിക? ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ ആണ് പ്രത്യാവർത്തന ചിന്ത. ഏതാണ്? പ്രത്യാവർത്തന ചിന്ത. പിയാഷെയുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലെ പ്രത്യാവർത്തന ചിന്ത എന്ന ഭാഗത്താണ് ഇത് വരിക. ഈ പരിമിതിയിലാണ് കുട്ടിയുള്ളത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തവയിൽ അഭിക്ഷമത ആപ്റ്റിറ്റ്യൂഡ് പരിശോധിക്കുന്നതിനുള്ള ശോധകം ഏത്? ശോധകം എന്ന് വെച്ചാൽ ടെസ്റ്റ് ആണ്, അല്ലെ? താഴെ കൊടുത്തവയിൽ അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ടെസ്റ്റ് ഏതാണ്? ഏതാണ്? ആൻസർ കിട്ടിയോ? വിരൽ വേഗത പരീക്ഷ, അല്ലെ? ഓപ്ഷൻ ഡി ആണ് വിരൽ വേഗത പരീക്ഷ, FDT. അതാണ് ഏത്? ആപ്റ്റിറ്റ്യൂഡ് പരിശോധിക്കുന്നതിനുള്ള ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സർഗാത്മകതയ്ക്ക് 4 ഘടകങ്ങൾ ഉണ്ടെന്ന് ടോറൻസ് അഭിപ്രായപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. സർഗാത്മകതയ്ക്ക് 4 ഘടകങ്ങൾ ഉണ്ടെന്ന് ആരാണ് കണ്ടെത്തിയത്? ടോറൻസ് ആണ്. അതും ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കണം. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ആ 4 ഘടകങ്ങൾ? ആൻസർ കിട്ടിയോ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലനം. ഏതാണ് ആൻസർ വരിക? ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലനം. ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലനം. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം: ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ തത്വം, സർമാർഗ തത്വം എന്നിവ വ്യക്തിത്വത്തിന്റെ ഏതൊക്കെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ്? ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഈഗോ, സൂപ്പർ ഈഗോ. ഏതാണ്? ഈഗോ, സൂപ്പർ ഈഗോ, അല്ലെ? ഈ ഈഗോ, സൂപ്പർ ഈഗോ, ഫ്രോയിഡിന്റെ അഭിപ്രായത്തിലുള്ള ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. അപ്പൊ അത് കൃത്യമായി പഠിച്ചു വെക്കണം. ഈഗോ, സൂപ്പർ ഈഗോ, അതാണ് യാഥാർത്ഥ്യ തത്വം, അല്ലെ? റിയാലിറ്റി പ്രിൻസിപ്പിളിൽ ഈഗോ എന്നതും സന്മാർഗ തത്വം, മൊറാലിറ്റി പ്രിൻസിപ്പിളിൽ സൂപ്പർ ഈഗോ എന്നതാണ് വരിക. അടുത്ത ചോദ്യം: താഴെ പറയുന്ന കൗൺസിലിംഗ് രീതികളിൽ സ്ഥാപകനും മേഖലകളും തമ്മിലുള്ള ശരിയായ ബന്ധം ഏത്? താഴെ പറയുന്ന കൗൺസിലിംഗ് രീതികളിൽ സ്ഥാപകനും മേഖലകളും തമ്മിലുള്ള ശരിയായ ബന്ധം ഏത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കോഗ്നിറ്റീവ് തെറാപ്പി, ആറോൺ ബെക്ക്. കോഗ്നിറ്റീവ് തെറാപ്പി, ആറോൺ ബെക്ക് എന്നതാണ് ആൻസർ. അടുത്ത ചോദ്യം: മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം വൂണ്ട് ആണ്, അല്ലെ? വില്യം വൂണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വില്യം വൂണ്ട് ആണ് മനഃശാസ്ത്രത്തിന്റെ പിതാവ്. അടുത്ത ചോദ്യം: അഭിപ്രേരണയെ നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? അഭിപ്രേരണയെ നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ വായിക്കാം. പരാജയ രീതി, മത്സരം, അഭിരുചി, ഇവയെല്ലാം. ആൻസർ ഏതാണ്? ഇവയെല്ലാം, അല്ലെ? പരാജയ ഭീതി, മത്സരം, അഭിരുചി, ഇവയെല്ലാം അഭിപ്രേരണയെ നിർണയിക്കുന്ന ഘടകങ്ങളാണ്. അടുത്ത ചോദ്യം: അമ്മയെ എനിക്കിഷ്ടമാണ്, അമ്മയാണ് ദൈവം, അമ്മ എനിക്ക് പാല് തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നത് ഏതു രീതിയിലാണ്?
പലതവണ ആവർത്തിച്ചാണ് എത്തിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മള് ആൻസർ ഏതാണ് വരിക? ചാക്രികാരോഹണമാണ്. ഓപ്ഷൻ സി ചാക്രികാരോഹണം എന്ന രീതിയിലാണ് അമ്മ എന്ന ആശയം. അടുത്ത ചോദ്യം, എറിക്സന്റെ അഭിപ്രായത്തിൽ ആദി ബാല്യകാലം മാനസിക സാമൂഹിക സിദ്ധാന്തമനുസരിച്ച് ഏതു ഘട്ടത്തിലാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. മുൻകൈ എടുക്കൽ കുറ്റബോധം. ഏതാണ് ആൻസർ വരിക? മുൻകൈ എടുക്കൽ കുറ്റബോധം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ വ്യക്ത്യാന്തര ബുദ്ധിയിൽ പെടാത്തത് ഏത്? ഏതാണ്? തന്നെക്കുറിച്ചുള്ള ബോധം. അതാണ് ആൻസർ വരിക. തന്നെക്കുറിച്ചുള്ള ബോധം വ്യക്ത്യാന്തര ബുദ്ധിയിൽ പെടാത്തതാണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ, അന്യരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൽ, സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കൽ, ഇതെല്ലാം വ്യക്ത്യാന്തര ബുദ്ധിയിൽ പെടുന്നതാണ്. പെടാത്തത് ഏതാണ്? തന്നെക്കുറിച്ചുള്ള ബോധം എന്നതാണ് ആൻസർ. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏത്? ആൻസർ കിട്ടിയോ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സ്വത്വാവിഷ്കാരം എന്നതാണ് ആൻസർ. അടുത്ത ചോദ്യം, ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് ആൽപോർട്ട് നൽകുന്ന പേരെന്താണ്? ഏതാണ് ആൻസർ? 93 ബി ആണ് ആൻസർ. മുഖ്യ സവിശേഷകങ്ങൾ അല്ലേ, കാർഡിനൽ ട്രെയ്റ്റ്സ് ആണ് മുഖ്യ സവിശേഷകങ്ങൾ. ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷകമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് ആൽപോർട്ട് നൽകുന്ന പേരാണ് മുഖ്യ സവിശേഷകങ്ങൾ. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഓരോ ഉദാഹരണങ്ങളും ഏതെല്ലാം പഠന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്? ശരിയായ ക്രമം കണ്ടെത്തി എഴുതുക. ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത്. അച്ഛൻ കുട്ടിയോട് പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും പല പ്രാവശ്യം തിരിച്ചപ്പോൾ പെട്ടി തുറന്നത്. പരീക്ഷയിൽ ജയിച്ചാൽ സമ്മാനം ലഭിക്കുന്നത്. സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുന്നത്. ഇതെല്ലാം ഏതെല്ലാം പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടവയാണ് എന്നാണ് കണ്ടെത്തി എഴുതേണ്ടത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ. ചോദക പ്രതികരണം, ശ്രമപരാജയം, ധനപ്രബലനം, നിരീക്ഷണ പഠന സിദ്ധാന്തം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഓപ്ഷന് നോക്കിയാൽ മതി. ചോദക പ്രതികരണം, ശ്രമപരാജയം, ധനപ്രബലനം, നിരീക്ഷണ പഠന സിദ്ധാന്തം. ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത് ചോദക പ്രതികരണമാണ്. പെട്ടി തുറക്കുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും തിരിച്ചത് ശ്രമപരാജയം. അതുപോലെ തന്നെ പരീക്ഷയിൽ ജയിച്ചാൽ സമ്മാനം ലഭിക്കുന്നത് ധനപ്രബലനമാണ് അല്ലെ. സമ്മാനം ധനപ്രബലനമാണ്. അടുത്തത് സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുക. അതെന്താണ്? നിരീക്ഷണ പഠന സിദ്ധാന്തം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പഠനശൈലിയിൽ പെടാത്തത് ഏത്? ലേണിംഗ് സ്റ്റൈലിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഏതാണ് ആൻസർ വരിക? ഉരുവിട്ടു പഠിക്കൽ അല്ലെ. ഓപ്ഷൻ ബി ഉരുവിട്ടു പഠിക്കൽ, ബൈ ഹാർഡ് ലേണിംഗ് ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, ടീച്ചർ ചിത്രങ്ങൾ, സീഡികൾ എന്നിവ ഉപയോഗിച്ച് ക്ലാസ് ആരംഭിച്ച് വ്യക്തിഗതമായും സംഘപ്രവർത്തനം നൽകിയും ക്രോഡീകരണം നടത്തുന്നു. ഇത്തരമൊരു ക്ലാസ്സിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളുടെ പ്രയോഗം കണ്ടെത്താൻ സാധിക്കും? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻസ് മുഴുവനും വായിച്ചു നോക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രശ്നോന്നിത സമീപനം, വിമർശനാത്മക ബോധനം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി. മനസ്സിലായല്ലോ. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രൂണറുടെ വൈജ്ഞാനിക വികാസഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക. ഓപ്ഷൻസ് വായിക്കുക. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് അല്ലേ. പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഏതാണ് ആൻസർ വരിക? പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. മനസ്സിലായല്ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ കോൾബർഗിൻ്റെ സന്മാർഗ സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു? കോൾബർഗിൻ്റെ സന്മാർഗ സിദ്ധാന്തം അല്ലേ, എല്ലാവർക്കും അറിയാം. ഏതാണ് ആൻസർ വരിക? ആൻസർ കിട്ടിയോ? സാർവജനീന സദാചാര തത്വം അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. സാർവജനീന സദാചാര തത്വം എന്നതാണ് ആൻസർ വരിക. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്ന കൂട്ടങ്ങളിൽ ഒരേ വിചാര മാതൃകയിൽ പെടുന്ന മനഃശാസ്ത്രജ്ഞർ ആരെല്ലാം? ആരാണ് വരിക? ഒന്ന് ഓർത്ത് നോക്കിയേ.
ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലേ. പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി. ഏതാണ്? പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി എന്നതാണ് ഒരേ വിചാര മാതൃകയിൽപ്പെടുന്ന മനഃശാസ്ത്രജ്ഞർ. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ പെടുന്നത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ പെടുന്നത് ഏതാണ്? ആലേഖന വൈകല്യമാണ് അല്ലേ. ഓപ്ഷൻ എ ആലേഖന വൈകല്യം. ആൻസർ എന്താണ്? പഠന വൈകല്യത്തിൽ പെടുന്നതാണ് ആലേഖന വൈകല്യം. അതായത് എഴുതാൻ കഴിയാത്തൊരവസ്ഥ അല്ലേ, ആലേഖന വൈകല്യം. അപ്പോൾ ഇന്ന് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്തത്. എല്ലാവരും മോക്ക് ടെസ്റ്റ് ആയി തന്നെ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എത്ര മാർക്ക് ഈ ഭാഗത്തു നിന്ന് ലഭിച്ചു എന്നത് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും നമുക്ക് മനഃശാസ്ത്രത്തിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. എല്ലാം ഉൾപ്പെടുത്തിയ ഒരു മോക്ക് ടെസ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്യാൻ കൂടി മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ LP UPക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത മോക്ക് ടെസ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്